ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലം പാക്കിംഗ്. അപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് ഒരു സീരീസ് പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പിക് ഓരോന്നെടുത്തിട്ട് സിമ്പിളായിട്ട് അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് ടെസ്റ്റിൻ്റെയും മാസിൻ്റെ ഒക്കെ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ പോയി കാണുക. അപ്പോൾ അതിൻ്റെ അതേ സെയിമിലുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ടോപ്പിക്കാണ് എറർ ഡിറ്റക്ഷൻ. അപ്പോൾ എറർ സ്പോട്ടിംഗ് അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ടോപ്പിക്ക് എത്ര വേഗത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, അതിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സീരീസ് തുടങ്ങിയിട്ട് കുറച്ചായി. അതിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഓരോ ടോപ്പിക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷൻ കൂടെ വരുന്നുണ്ട്. അത് എല്ലാ ടോപ്പിക്കും ഏകദേശം നമ്മൾ സിംപ്ലി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അതിന്റെ പാർട്ട് 2 വരുന്നത്. അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കി സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കിട്ടുന്ന പോലെ ഞാൻ ശരിയാക്കി തരുന്നതായിരിക്കും. ഡോണ്ട് വറി. അപ്പോൾ എറർ ഡിറ്റക്ഷനിലേക്ക് പോകാം. എറർ ഡിറ്റക്ഷനിൽ എന്താണ് എറർ ഡിറ്റക്ഷനിൽ ബേസിക്കലി ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എറർ സ്പോട്ടിംഗ് എറർ ഡിറ്റക്ഷൻ ഒരു ക്വസ്റ്റ്യൻ? നമ്മുടെ ഗ്രാമർ നോക്കാൻ. എന്തുമാത്രം ഗ്രാമർ നമുക്കറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രാമർ റൂൾസ് നന്നായിട്ട് റിവിഷൻ ചെയ്യണം എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലാണ്. പിന്നെ വൊക്കാബ്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു വേർഡിന്റെ മീനിങ്, ആ വേർഡ് അവിടെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ആ തന്നിരിക്കുന്ന വേർഡിന്റെ മീനിങ് അവിടെ കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വൊക്കാബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെന്റൻസ് സ്ട്രക്ചർ. പ്രോപ്പർ ഒരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട് എല്ലാ സെന്റൻസിനും. ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻഡ് ആണോ, അവിടെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വന്നിട്ടുണ്ടോ? അപ്പോൾ സെന്റൻസ് സ്ട്രക്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ടെൻസ് കൺസിസ്റ്റൻസി. അതായത് ഒരു സെന്റൻസിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരൊറ്റ സെന്റൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആ സെന്റൻസിന് ആദ്യം പാസ്റ്റ്, പിന്നെ ഫ്യൂച്ചർ, ദെൻ പ്രസന്റ്, അങ്ങനെ ഉണ്ടാവില്ല. ഒരു സെന്റൻസ് എപ്പോഴും ഒരു ടെൻസിലായിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസി അത് കീപ്പ് ചെയ്യും. അത് നമ്മൾ നോക്കണം. പിന്നെ പ്രിപ്പസിഷൻ, ആർട്ടിക്കിൾ, കൺജങ്ഷൻ, ഈ കുട്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പൊ ഇവർ എങ്ങനെയാണ് സെന്റൻസിൽ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? എറർ ഡിറ്റക്ഷനിൽ ഏറ്റവും പെട്ടെന്ന് എറർ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ 3 ഏരിയയിലാണ്: പ്രിപ്പസിഷൻ, ആർട്ടിക്കിൾ ആൻഡ് കൺജങ്ഷനിൽ. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെ ഇങ്ങനെ ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ഇവരിലാണ് എററെങ്കിൽ പെട്ടെന്ന് നമ്മളങ്ങ് വായിച്ചു പോകും. പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ കൊള്ളാം, കറക്റ്റ് ആണ് എന്ന് തോന്നുകയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നതും. അതും ഒരു പ്രശ്നമാവാറുണ്ട്. ഇനി സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ്. നമ്മുടെ എറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. ഇനി നമുക്കിനി കുറച്ച് ഗ്രാമർ, ഈ പറഞ്ഞ ആൾക്കാരും ഇവരുണ്ടാക്കുന്ന കോമൺ എറേഴ്സ് നോക്കാം. എങ്ങനെയാണ് ഇവർ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ കേസ് വരാണെങ്കിൽ ദി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആർ ഓൺ ദി ടേബിൾ എന്നാണ് സെന്റൻസ് എന്ന് വിചാരിക്കാം. ഇവിടെ ഐറ്റംസ് നോക്കിയിട്ടാണ് ഇവിടെ 6 കൊടുത്തേക്കുന്നതെങ്കിൽ തെറ്റാണ്. ഇവിടെ നമ്മൾ ദ ലിസ്റ്റ് ആണ് നമ്മുടെ സബ്ജക്ട്. സോ അതിനനുസരിച്ച് വെർബ് വരണം, വിച്ച് മീൻസ് ഇവിടെ സിംഗുലർ വെർബാണ് വരേണ്ടത്. ഈസ് കൊടുത്തു. ഇനി ടെൻസ് നോക്കാം. ഹി വാസ് ടോക്കിംഗ് ടു ദ സ്റ്റേഷൻ. ആക്ച്വലി ഹി വാസ് walking to the station എന്നാണ് കേട്ടോ. അതല്ല ഇവിടുത്തെ എറർ. He was walking to the station and takes a cab. ഇവിടെ ആക്ച്വലി എന്താ തെറ്റ് ചെയ്തത്? takes a cab കൊടുക്കാൻ പറ്റില്ല. he was എന്ന് പറയുന്നുണ്ട്. So he was walking to the station and took a cab എന്ന് വന്നു. Okay. Then ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും ഷീ ഈസ് ഓണസ്റ്റ് പേഴ്സൺ. നോ, ഓണസ്റ്റ് വരുമ്പോ നമുക്കറിയാം അവിടെ യൂസേജ് ആര് വരണം? ഷീ ഈസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ അല്ലെ? ആൻ ഓണസ്റ്റ് എന്ന് വരണം. കൃത്യമായിട്ട് അറിയാം. എയും ആനും ദയും. ആന് നമുക്ക് വവൽ സൗണ്ട്സിന്റെ കൂടെ യൂസ് ചെയ്യണം. ഓണസ്റ്റ്, ഓ എന്ന ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. സോ അവിടെ നമ്മൾ ആന് കൊടുത്തു. ഇനി പ്രിപ്പസിഷൻ നോക്കാം. ഷീ ഈസ് മാരീഡ് വിത്ത് ഡോക്ടർ. മാരീഡ് വിത്ത് ഡോക്ടർ എന്ന് പറയില്ല, മാരീഡ് ടു എ ഡോക്ടർ എന്ന യൂസേജ് കറക്റ്റ് ആയിരിക്കും അല്ലെ? ദെൻ പ്രോനൗൺ യൂസേജ് നോക്കാം. ഈച്ച് ഓഫ് ദ ബോയ്സ് മസ്റ്റ് ബ്രിങ് ദെയർ ബുക്ക്. ഈച്ച് ഓഫ് ദ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? സിംഗുലർ, ഹിസ് ബുക്ക്. ഈച്ച് ഓഫ് ദ ബോയ്സ് മസ്റ്റ് ബ്രിങ് ഹിസ് ബുക്ക് എന്ന് ചേഞ്ച് ആവും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ കുഞ്ഞു സാധനവും എന്ത് ചെയ്യുന്നത്, സെന്റൻസിൽ യൂസ് ചെയ്ത് എറർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെടുത്ത്. ഇനി മോഡിഫയേഴ്സ് വെച്ചിട്ട് നോക്കാം. റണ്ണിങ് ഫാസ്റ്റ്, ദ ഫിനിഷ് ലൈൻ വാസ് റീച്ച്ഡ് ബൈ ഹിം. ഇവിടെ ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? റണ്ണിങ് ഫാസ്റ്റ്, ഹി റീച്ച്ഡ് ദി ഫിനിഷ് ലൈൻ. അങ്ങനെ പോരെ, ധാരാളം, അങ്ങനെ മതി. ഇനി കൺജങ്ഷൻ. ഷീ ലൈക്സ് ഡാൻസിങ്, ടു സിംഗ് ആൻഡ് സ്വിമ്മിങ്. അവിടെ എന്താ എറർ? ഷീ ലൈക്സ് ഡാൻസിങ്, ഷീ ലൈക്സ് ഡാൻസിങ്, സിംഗിങ് ആൻഡ് സ്വിമ്മിങ് അല്ലേ? കംപ്ലീറ്റ്.
ഇനി redundancy and repetition. He returned back from Delhi. He returned from Delhi. He is back from Delhi എന്നൊക്കെ മതി. റിട്ടേൺഡും ബാക്കും ഒരുമിച്ച് വേണോ? വേണ്ട. സോ ഇങ്ങനെ ഓരോ കുട്ടി സാധനങ്ങളാണ് നമുക്ക് എററായിട്ട് തരുന്നത്. അപ്പൊ ഇവരെ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം എന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഓരോ ആൾക്കാരും എങ്ങനെ എററാവുമെന്ന് കാണിച്ചില്ല. അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ മേജർ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരെ തന്നെ ഞാൻ നിങ്ങളുടെ കാണിച്ചത്. ഇനി റീഡ് ദ സെന്റൻസ് ആസ് a whole set. ഒരിക്കലും ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പം സ്ലാഷ് ഉണ്ടാവും ഇടയ്ക്ക്, നമുക്ക് എറർ ഡിറ്റക്ഷന് കാണാൻ സ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ABCD എന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരിക്കലും അതിനെ സെപ്പറേറ്റ് ചെയ്ത് വായിച്ച് എറർ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് ഓരോ സെക്ഷനിലും എറർ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. എപ്പോഴും ആസ് എ ഹോൾ ആയിട്ട് വായിച്ച് ആൻസർ. ഡോണ്ട് ജംപ് ടു കൺക്ലൂഷൻ. കണ്ട ഉടനെ തന്നെ ചാടി ഓക്കെ ഇവിടെ എറർ ഉണ്ട് എന്ന് തീരുമാനിക്കാതെ മൊത്തം സെന്റൻസും വായിച്ച് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, ഞാൻ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എററിൽ എത്താനായിട്ട് പറ്റും. ഇതിപ്പോ വേഗത മിസ് ചെയ്ത് കുറെ ടൈം എടുക്കില്ലേ? എടുക്കും, ആദ്യം കുറച്ച് ടൈം എടുക്കും. പക്ഷെ പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ടൈം കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ബ്രേക്ക് ദ സെന്റൻസ് ഇൻ ടു പാർട്സ്. എപ്പോഴും സെന്റൻസിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ സെന്റൻസ് വായിച്ച് കോണ്ടെക്സ്റ്റ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സെന്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എന്താണ് എനിക്ക് തോന്നി, ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദി സെന്റൻസ് വായിച്ചപ്പോൾ എനിക്ക് എറർ ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങൾ ആ സെക്കൻഡ് ഹാഫിനൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ ആദ്യമേ ബ്രേക്ക് ചെയ്ത പോർഷൻസ് വായിക്കാൻ നിൽക്കരുത്. ഡിവൈഡ് ലോങ് സെന്റൻസ് ബൈ കോമാസ് ഓർ ക്ലോസ്. ഇപ്പൊ നമുക്ക് വലിയ സെന്റൻസുകളാണ്, അത്യാവശ്യം നല്ല നീളമുള്ള സെന്റൻസ് ആണെങ്കിൽ കോമയും ക്ലോസും കൊടുത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഡിവിഷൻ വെച്ച് നിങ്ങളൊന്ന് നോക്കുക. അതിപ്പോ ഒറ്റയടിക്ക് വായിച്ചും മിസ് അങ്ങനെ ഒറ്റയടിക്ക് വായിച്ച് എറർ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ കോമയും ക്ലോസും ഒക്കെ ഉപയോഗിച്ചത്, കോമ വരുന്ന ആ ഒരു പോസ് വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഒരു സെന്റൻസിനകത്ത് പോസ് വരുന്ന സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങൾ വെച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒറ്റയടിക്ക് ആൻസർ കിട്ടണം എന്നല്ല, കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചെക്ക് ദ ടെൻസ് ടൈം. എപ്പോഴും ടെൻസ് ചെക്ക് ചെയ്യുക. ടെൻസിൽ അവർ എപ്പോഴും എറർ ഉണ്ടാക്കാറുണ്ട്. ആദ്യം പാസ്റ്റിലെ സെന്റൻസ് തുടങ്ങും, എന്നിട്ട് സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അത് പ്രസന്റ് ആക്കിയിട്ട് വീണ്ടും പാസ്റ്റിൽ പോകും. അപ്പം ആ പ്രസന്റ് ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രസന്റിൽ പോയിട്ട് പെട്ടെന്ന് പാസ്റ്റ് ആക്കിയിട്ട് വീണ്ടും പ്രസന്റിൽ പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു ജംബിൾഡ് ടെൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഇഫ് ഈവൻസ് ആർ മെൻഷൻഡ് ഇൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഡു ചെക്ക് ദം ക്ലിയർലി. അവർ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. പ്രസന്റിലാണോ പാസ്റ്റിലാണോ കൊടുത്തത്. ഇനി പ്രസന്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രസന്റിലായിരിക്കണം, പാസ്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി പാസ്റ്റിലായിരിക്കണം. സോ ആ ടെൻസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചുകൂടാ. ഓക്കെ, ഇനി കുറച്ച് ട്രാപ്പുകളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ സിംഗുലർ വെർബ് കൊടുക്കും, ശ്രദ്ധിച്ചോണം. ഇതൊക്കെ ട്രാപ്പുകളാണ്, നമ്മൾ പെട്ടുപോകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ റോങ് യൂസ് ഓഫ് പാർട്ടിസിപ്പിൾസ് ഓർ ജെറണ്ട്. വേണ്ടാത്ത സ്ഥലങ്ങളെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പിളും ജെറണ്ടും യൂസ് ചെയ്തിട്ടുണ്ടാവും. മിസ്പ്ലേസ്ഡ് മോഡിഫയേഴ്സിനെ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ അതിനെ കുറച്ച് മുന്നേ പറഞ്ഞത്, ഇവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. SVA, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ടെൻസ്, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, പ്രോനൗൺ, മോഡിഫയർ, കൺജങ്ഷൻ, റിഡൻഡൻസി, റെപ്പറ്റീഷൻ, ഇതൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത്? പ്ലൂറൽ സബ്ജക്ട് സിംഗുലർ വെർബ് വരുന്നത്, റോങ് യൂസേജ് ഓഫ് പാർട്ടിക്കിൾസ് ഓർ ജെറണ്ട്, മിസ്പ്ലേസ്ഡ് മോഡിഫൈ, ഇതൊക്കെ നമുക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ്. അത് നിങ്ങൾ നോക്കിക്കോണം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബേസ് ആയിട്ട് എന്താണ് മോഡിഫയർ, അല്ലെങ്കിൽ എന്താണ് മിസ് ട്രാപ്പുകൾ, എന്താണ് ഈ മിസ്പ്ലേസ് അല്ലെങ്കിൽ റിഡൻഡൻസി, റെപ്പറ്റീഷൻ ഒക്കെ എന്താ മിസ് എന്നൊക്കെ അറിയണമെങ്കിൽ ധൈര്യമായിട്ടും ഇതിനെക്കുറിച്ച് ബേസ് മുതൽ അഡ്വാൻസ് വരെ കവർ ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് IBPS SBA ടാർഗറ്റ് ബാച്ച്. അത് ഉടനെ തന്നെ നമ്മൾ അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ 5 ദിവസം ഫ്രീ ഡെമോ സെഷൻസ് ഉണ്ടാവുന്നതാണ്. സോ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 6,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ബേസ് മുതൽ അഡ്വാൻസ് വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കവർ ചെയ്യാം, റീസണിങ്, കോണ്ടും എല്ലാം കവർ ചെയ്യാനും കറണ്ട് അഫയേഴ്സ് നന്നായി പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഇത് ജോയിൻ ചെയ്യുക. ഓഫ്ലൈൻ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ആൻഡ് ആക്ച്വലി ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ച് സെന്ററിലേക്ക് വെച്ചിട്ട് പറയാം. ഇതിൽ നമ്മൾ ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ്, ബേസ് സെഷന്റെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി എന്നാൽ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് പഠിക്കണം, നന്നാക്കി പഠിക്കണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ബാച്ച് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ബാച്ച് ജോയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഈ സമയം തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ RRBPO ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് ബേസ് ടു അഡ്വാൻസ് ബാച്ച് ആണ്. ഇപ്പോൾ റണ്ണിങ് ആണ്, തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. റെക്കോർഡ് സെഷൻസ് കണ്ട് ബാക്കി ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ബാച്ചാണ്. ജോയിൻ ചെയ്യാം. ശരി, ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സെന്ററിലേക്ക് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് നോക്കും. ദി ടീച്ചർ ഗേവ് us many advices on how to study well, no error. സിമ്പിൾ ക്വസ്റ്റ്യൻ. എറർ എവിടെയാണ്?
ബിയിലാണ് എറർ. എന്താണ്? അഡ്വൈസസ് ഇൻകറക്റ്റ് ആണ്. അഡ്വൈസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. സോ നമുക്ക് മെനി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? മച്ച് യൂസ് ചെയ്യണം. സിമ്പിൾ സാധനം. ഓക്കെ, അത് നൗൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നൗൺ ആണ് അതിൽ എറർ വന്നത്. ഇനി ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്. ഇത് നമ്മൾ ഇതിന് മുന്നേ ചെയ്തു. ഈച്ച് സിംഗുലർ ആണ് അല്ലെ? അവിടെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഈച്ച് സിംഗുലർ ആണ്. ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അപ്പൊ നമ്മൾ എന്ത് ആലോചിക്കണം? ഹാവ് കംപ്ലീറ്റഡ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. ബിയിലും എറർ ഉണ്ട്, സിയിലും എറർ ഉണ്ട്. അതായത് സബ്ജക്റ്റ് നമ്മൾ സിംഗുലർ ഫോം, ഈച്ച് സിംഗുലർ ഫോമിൽ ആയതുകൊണ്ട് ഇവിടെ ഇത് എന്ത് വന്നു? ഹാവ് എന്തായി? ഹാവ് സിംഗുലർ ഫോമിൽ നിന്ന് പ്ലൂറൽ ഫോമിൽ നിന്ന് സിംഗുലർ ഫോമിലേക്ക് വന്നു. ദെയർ എന്ന പ്രോനൗണും സിംഗുലർ ഫോമിലേക്ക് വന്നു. സോ ഹിസ് ആയി. ഓക്കെ, ബോയ്സ് അതുകൊണ്ട് ഹിസ് കൊടുത്തു. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഈച്ച്, എനി, നൺ, എവ്രി, ഏത്, നെയ്തർ എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും അവരുടെ കൂടെ തൊട്ടടുത്ത നൗൺ വരാണെങ്കിൽ സിംഗുലറും, ഓഫ് ദ പ്ലസ് നൗൺ വരാണെങ്കിൽ നൗൺ പ്ലൂറലും, അവരുടെ കൂടെ എപ്പോൾ വെർബ് വന്നാലും വെർബ് സിംഗുലറും, വെർബിന് ശേഷം പ്രോനൗൺ ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് സിംഗുലർ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സംഭവം തന്നെയാണ് ഇവിടെ. നോക്കിയേ, ഈച്ച് കഴിഞ്ഞ് ഓഫ് ദ വരുന്നതുകൊണ്ട് നൗൺ പ്ലൂറൽ, അതുകൊണ്ട് തന്നെ വെർബ് സിംഗുലർ, സിംഗുലറിന് ശേഷം വരുന്നതുകൊണ്ട് പ്രോനൗൺ, വെർബ് സിംഗുലർ ആകുമ്പോൾ പ്രോനൗൺ സിംഗുലർ. സെയിം യൂസേജ് ആണ് ഈ റിഡക്ഷനിൽ കാണാൻ പറ്റുന്നത്. ഇനി ഹി സീനിയർ ദാൻ മീ ഇൻ എക്സ്പീരിയൻസ്, നോ എറർ. സിമ്പിൾ ആണ്. സീനിയർ ദാൻ മീ എന്ന് പറയില്ല, സീനിയറിന്റെ കൂടെ ടു ഉപയോഗിക്കണം. സീനിയർ ടു മീ ഇൻ എക്സ്പീരിയൻസ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു എററുകളാണ്, പക്ഷെ ഇതെല്ലാം ഗ്രാമർ റൂൾസിൽ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുള്ള ടോപ്പിക്കുകളാണെന്ന് ഇത് കാണുന്ന എൻ്റെ ക്ലാസ്സിൽ നിന്നിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടപ്പോൾ ഓക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ എറർ ഡിറ്റക്ഷന്റെ കുറച്ചുകൂടെ വലിയ ചോദ്യങ്ങളുമായിട്ട് ഇതിന്റെ പാർട്ട്, അപ്പോൾ ഓൾറെഡി പാർട്ട് 3 ആയി എനിക്കറിയാം, എല്ലാത്തിന്റെയും പാർട്ട് ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് മിസ്സായി പോട്ടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനും ക്രാക്ക് ചെയ്യാനും പറഞ്ഞു ഇച്ചിരി ട്രൈ ആയി പോയത് അതുകൊണ്ടാണ്. സോ കമ്മിങ് ബാക്ക്, ഓരോ ടോപ്പിക്കും ഈച്ച് ആൻഡ് എവറി സിംഗിൾ ടോപ്പിക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പഠിച്ചു. ക്ലോസ് ടെസ്റ്റ്, RC, പാരാ, ജംബിൾ, എറർ ഡിറ്റക്ഷൻ, അങ്ങനെ ഒരു അത്യാവശ്യം പാട് തോന്നുന്ന ഏരിയയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിനേക്കാളും രസകരമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈസിയായുള്ള ട്രിക്കുകളും പറഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.